ഓം നാരായണ ഗുരുരാധ്യാം ശിവലിംഗാര്യമധ്യമാം ശ്രീബോധാനന്ദപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നീ സത്യം, ജ്ഞാനം, ആനന്ദം. ദൈവദശകത്തിലെ 7-ാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ വരിയാണിത്. നീ സത്യം, ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയും ഓർക്കിൽ നീ. നീ സത്യം എന്ന് പറയുമ്പോൾ സത്യത്തെ നിർവചിക്കേണ്ടിയിരിക്കുന്നു. യാതൊന്നാണോ ഒരു കാലത്തിലും ഒരു ദേശത്തിലും ഒരു അവസ്ഥയിലും ഇല്ലാത്തതാണെന്ന് പറയാൻ കഴിയാതെ ഇരിക്കുന്നത്, അതാണ് സത്യം. സത്യം എന്ന് പറഞ്ഞതിന് ശേഷം ഉടൻ പറഞ്ഞത് നീ ജ്ഞാനമാകുന്നു എന്നാണ്. ഞാൻ എന്ന് പറയണമെങ്കിലും എൻ്റേതെന്ന് പറയണമെങ്കിലും എനിക്കെന്ന് പറയണമെങ്കിലും അതിൽ നിന്നും ഒരിക്കലും മാറ്റിക്കളയാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു അറിവിനെ സത്യം എന്ന് നിശ്ചയിച്ച് വയ്ക്കണം. സത്യം ഏതെന്ന് അറിയുന്നതിനെയാണ് ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത്. ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്ന ആദിമമായ ബോധം തന്നെ രണ്ടായി പിരിഞ്ഞ് അറിയുന്നവനെന്നും അറിയപ്പെടുന്നവയെന്നും അറിവിൻ്റെ 2 ഭാഗങ്ങളായി തീരുന്നു. സത്യമുണ്ടായിരിക്കുക, സത്യമായി അറിയുക എന്ന് പറയുമ്പോൾ മൂന്നാമതൊന്നുകൂടി സംഭവിക്കുന്നു. അറിയപ്പെടുന്ന സത്യത്തെ അറിയുന്നവന് സ്വാധീനം ചെയ്യുന്ന ഒരു സന്ദർഭ വിശേഷമായി കൂടി കാണണം. ആ സന്ദർഭ വിശേഷത്തെയാണ് ഇവിടെ ആനന്ദം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആനന്ദം എന്ന് പറഞ്ഞതുകൊണ്ട് സുഖമെന്നോ ആഹ്ലാദമെന്നോ അർത്ഥമില്ല. ദ്രവീകൃതമായിരിക്കുന്ന ജലത്തിന് തന്നെ വാതക രൂപമായി ആവിയാകാനും കനരൂപമായി ഹിമാനിയാകാനും കഴിയും. അത് വസ്തുവിലിരിക്കുന്ന ആനന്ദ സ്വരൂപമാണ്. അറിവിനും അതുപോലെ അറിയുന്നവനും ഒരു പാരതന്ത്ര്യമുണ്ട്. അറിയുന്നത് മാത്രമേ അറിവായിരിക്കുകയുള്ളൂ. അറിയുന്നവൻ ഞാനായി ഇരുന്നു കൊണ്ട് നീ എന്ന് പറയുവാനും തന്നിൽ നിന്ന് അന്യമെന്നതുപോലെ തോന്നുന്ന നീ എന്നതിൻ്റെ അസ്തിത്വത്തെ ആനുഭൂതികമാക്കുന്നതിനും നീ എന്ന് പറയുമ്പോൾ ആ അറിവിൽ ഏതെല്ലാം ബോധശകലങ്ങളെ ഉൾപ്പെടുത്തി അറിയണമോ അതിനെയൊക്കെ ആത്മാവിൽ നിന്നും അനുഭവത്തിൽ നിന്നും സ്വസ്വരൂപത്തിൽ നിന്നും സ്വധർമ്മവിചിന്തനത്തിൽ നിന്നും നീ എന്ന് സങ്കല്പിക്കുന്ന അറിവിലേക്ക് വേറെ ഒന്ന് എന്നതുപോലെ പ്രതിഷ്ഠാനം ചെയ്തതിന് ശേഷമേ നീ എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. ഞാൻ എന്ന് പറയുന്ന നിത്യവർത്തമാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ബോധം ഒരേ നിമിഷത്തിൽ തന്നെ അതുവരെ ഇല്ലാതിരുന്ന ഒന്നിനെ സൃഷ്ടിക്കുകയും ഉണ്ടായതിനെ ഓർമ്മയിലേക്ക് കൊണ്ടുപോയി സൂക്ഷ്മമായ ഒരു ആകാരം താത്വികമായി ഉളവാക്കിയത് അതിൻ്റെ കാൽപ്പനികമായ രൂപത്തിന് ഒരു അടയാളം എന്നതുപോലെ പേര് കൊടുത്ത് അബോധത്തിൽ കൊണ്ടുപോയി സൂക്ഷിക്കുകയും ചെയ്യുന്നതിനെയാണ് ഇവിടെ വർത്തമാനം, ഭൂതം, ഭാവി എന്ന് എണ്ണമിട്ട് പറഞ്ഞിരിക്കുന്നത്. ദേഹത്തിലാണ് ചേതന. ആത്മാവിൽ നിന്നും വന്ന് ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാതൃത്വം, കർത്തൃത്വം, ഭോതൃത്വം എന്നിങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ശരീരത്തിൻ്റെ ഘടനയെയും ക്രിയാവിശേഷണങ്ങളെയും വൃഷ്ടിഗതമായ ഒരു യന്ത്രത്തിൽ സംഭവിക്കുന്നത് പോലെ ഭൗതികമായ ചില ധാരണകളെ കൂടി ഉൾപ്പെടുത്തി അറിയണം. ശരീരത്തിലെ ഓരോ അവയവത്തിൻ്റെയും നിയതമായ ധർമ്മങ്ങൾ വരുന്നത് അതാത് അവയവത്തിൻ്റെ തന്നെ രാസസങ്കല്പ ലിനി ഉണ്ടാക്കി കൊടുക്കുന്ന ജൈവപ്രധാനമായ ക്രിയകളിൽ കൂടി ആണെന്ന് അറിയണം. ഓരോ ജൈവ പ്രക്രിയയിലും ജഡപദാർത്ഥങ്ങൾ ശീതോഷ്ണങ്ങൾക്ക് വിധേയമായി തീരുകയും പദാർത്ഥ വിശ്ലേഷണ സംശ്ലേഷണങ്ങൾ കൊണ്ട് നിമിഷം പ്രതി മാറി മാറി വരുന്ന ശരീരത്തിലെ വികാരഭേദങ്ങൾക്ക് സാദൃശ്യം ഉള്ളതായി ഭവിക്കുകയും ചെയ്യുന്നതിനാലാണ് ഗുരു ഇവിടെ സത്വര ജസ്തമസുകൾക്ക് പ്രാധാന്യം നൽകുന്ന അസ്ഥി, പാതി, പ്രിയം എന്നിവയെ കൊണ്ടുവന്നിരിക്കുന്നത്.
പരമാർത്ഥത്തിൽ സത്യജ്ഞാനം ആനന്ദം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ തന്നെ വൃഷ്ടിക തത്വത്തിൽ സംഭവിക്കുന്ന ജഗത് സ്വരൂപങ്ങളാണ് സത്യത്തെ അസ്ഥിയാക്കുന്നതും ജ്ഞാനത്തെ ഭാതിയാക്കുന്നതും ആനന്ദത്തെ പ്രിയമാക്കുന്നതും. ഗുരു ഒരു ദാർശനികനെ പോലെയും ഒരു ഋഷിയെ പോലെയും സംസാരിക്കുമ്പോൾ തന്നെ ഭൂതഭൗതികതയിൽ ഉണ്ടാകുന്ന വസ്തുബോധത്തിൻ്റെയും വസ്തുജ്ഞാനത്തിൻ്റെയും വസ്തുപ്രിയത്തിൻ്റെയും നേരെ കണ്ണടയ്ക്കുന്നില്ല. അതിനെ എല്ലാറ്റിനെയും കൂടി ഗുരു ഓരോ നിമിഷത്തിൻ്റെയും രചനാത്മകമായ ബോധത്തെ വിനിമയം ചെയ്യേണ്ടുന്ന വാക്കിൻ്റെ സ്വരൂപ സ്വഭാവ സുധർമ്മത്തിലേക്ക് കൊണ്ടുവന്ന് സമഷ്ടിയുടെ സത്യം, ജ്ഞാനം, ആനന്ദം എന്നിവയ്ക്കിണങ്ങുന്ന പരാബോധത്തിനും അപരാബോധത്തിനും ഇടം നൽകിയേക്കാവുന്ന മൊഴിയിൽ, വാക്കിൽ സ്ഥാനം സങ്കല്പിച്ചു പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഈ ശ്ലോകത്തിലെ ഓരോ വാക്കിനെയും ധ്യാനപൂർവം ആത്മസ്വരൂപത്തിൽ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയും ഓർക്കിൽ നീ.